എല്ലാവർക്കും ടോപ്പ് ആൻഡ് ഫൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബ്രെഡും ഡയറി മിൽക്കും കൊണ്ടൊരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ്. 5 മിനിറ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിലുള്ള സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതുപോലൊരു ബ്രെഡിൻ്റെ പീസ് എടുക്കണം. എന്നിട്ട് നമുക്കിതുപോലൊരു ഗ്ലാസ് എടുത്തിട്ട് അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ രണ്ടാമത്തെ പീസും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ 2 പീസും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് നമുക്ക് നൈസായിട്ടൊന്ന് പീസാക്കിയിട്ട് നമുക്ക് സെൻറ്ററിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിത് പീസാക്കി സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പം ഇത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ പാലെടുത്തിട്ട് നന്നായിട്ട് ഈ ബ്രെഡിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഒന്നും കൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയും പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ പാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ പീസ് എടുത്തിട്ട് നൈസായിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അടന്നു പോയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 പീസ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിൽ നമ്മളൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ബട്ടർ നൈസായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ബ്രെഡൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് ഒരു 2 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെക്കണം. വെറും 2 മിനിറ്റ് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളത് തിരിച്ചിട്ടിട്ട് വീണ്ടും 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ജസ്റ്റ് 2 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. അപ്പോഴേക്ക് നമ്മുടെ ഈ സ്നാക്ക് സെറ്റാവും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ആദ്യത്തെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റിയിട്ട് നമുക്കിനി രണ്ടാമത്തെ ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തതും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തതും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.